ഹായ്, ഈ ഒരു വീഡിയോ ഞാൻ നല്ല വെട്ടത്തെടുക്കണമെന്ന് വിചാരിച്ച വീഡിയോ ആണ്. പക്ഷേ ഇരുട്ടത്തെടുക്കേണ്ടി വന്നു. അതാണ് ഈ ഒരു ലൈറ്റിങ്ങൊക്കെ ഓക്കെ ആണോന്ന് ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴേ അറിയാവൂ. അപ്പോൾ ഞാൻ സെറിലാക്കും അമൃതം പൊടിയും കൊടുക്കാറില്ല. അപ്പോൾ സെറിലാക്കും അമൃതം പൊടിയും കൊടുക്കാതെ ഇരിക്കുമ്പോൾ ഈ ഒരു കുഞ്ഞു കൊച്ചിന് ഏത് നേരവും നമുക്ക് ദോശയും ചോറും കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതിന് പകരമായിട്ട് നമുക്ക് കുറച്ച് ഓപ്ഷൻസ് വേണം. ആ ഓപ്ഷൻസാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതിൽ വരുന്ന ഒരു ഓപ്ഷനാണ് റാഗി. പക്ഷേ റാഗി നമുക്ക് ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. നമുക്ക് ചിക്കൻ ബിരിയാണിയൊക്കെ നല്ല ഇഷ്ടമായിരിക്കും. പക്ഷേ ആ ചിക്കൻ ബിരിയാണി തന്നെ തിങ്കളാഴ്ച, ചൊവ്വാഴ്ച, ബുധനാഴ്ച അങ്ങനെ തുടരെ തരുവാണെങ്കിൽ നമ്മുടെ റിയാക്ഷൻ എന്തായിരിക്കും? എന്ത് ഇഷ്ടമുള്ള ഫുഡായാലും നമുക്ക് ഒരു സമയമാകുമ്പോൾ വെറുക്കൂലേ? അപ്പോൾ നമ്മൾ ഡെയിലി കുഞ്ഞിന് റാഗി കുറുക്കി അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ അവസ്ഥ വിചാരിച്ചോളൂ. തുപ്പിക്കളയാനേ പറ്റുള്ളൂ. പക്ഷെ തുപ്പിക്കളയുമ്പോൾ നമ്മൾ പിന്നെയും തിരിച്ച് വായിൽ കുത്തി ഇറക്കുവാണ്. പക്ഷെ നമ്മുടെ പണ്ടത്തെ കാര്യം വിചാരിച്ച് നോക്ക്, ഫുള്ള് ഈ റാഗി എല്ലായിരിക്കും അടിച്ച് കയറ്റിയത്. പക്ഷെ നമുക്കന്ന് പറയാനുള്ള വോയിസ് ഇല്ലായിരുന്നു. സോ അതുപോലെ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ കുറച്ച് ഓപ്ഷൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോണത്. അപ്പോൾ സെർലാക്ക് എന്തുകൊണ്ട് കൊടുത്തില്ല, അമൃതം പൊടി എന്തുകൊണ്ട് കൊടുത്തില്ല എന്നൊക്കെ ഇപ്പം മിക്ക ആൾക്കാർക്കും അറിയാം. പിന്നെ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് പിന്നെ കുറച്ചൊന്ന് മെനക്കെടുവാണെങ്കിൽ നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കാനേ ഉള്ളൂ. ഇപ്പോൾ സെർലാക്ക് അമൃതം പൊടി മധുരമാണല്ലോ, ഭയങ്കര മധുരമാണ്. അപ്പോൾ അതിൽ പക്ഷേ ബാക്കിയുള്ള കണ്ടൻസ് ഒക്കെ നല്ലതായിരിക്കും. എന്തൊക്കെ ചേർത്തിട്ടുണ്ടെന്നൊക്കെ ഞാൻ കുറച്ച് കണ്ടിട്ടുണ്ട്. പക്ഷേ അത് ഞാൻ ഉണ്ടാക്കാൻ ഇതുവരെ ശ്രമിച്ചിട്ടില്ല. നല്ലതാണ്, വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ കുറേ ധാന്യങ്ങളൊക്കെ ചേരും. അപ്പോൾ അതേപോലെ ഒരു ഐറ്റം എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് അമൃതം പൊടി ഞാൻ ഇതുവരെ ഉണ്ടാക്കിയില്ല. പിന്നെ അവനിപ്പോൾ 8 മാസമായി. അങ്ങോട്ടങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ ഫുഡ് ഐറ്റംസൊക്കെ ഇനി കഴിച്ച് തുടങ്ങുമല്ലോ. അതുകൊണ്ട് ഞാനിപ്പോൾ അത് ഉണ്ടാക്കുന്നില്ല. സോ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ആദ്യത്തേത് റാഗി തന്നെയാണ്. അപ്പോൾ റാഗി 2 രീതിയിൽ കൊടുക്കാറുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ കുറച്ച് നേരം വെള്ളത്തിലിട്ടിട്ട് കഴുകിയതിന് ശേഷം അതിനെ ബ്ലെൻഡറിൽ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് പാലെടുത്തിട്ട് പാല് കുറുക്കി പിന്നെ അതിലോട്ട് മധുരത്തിനായിട്ട് ഞാൻ പനം കർക്കണ്ടും ചേർക്കാറുണ്ട്. പിന്നെ മറ്റേത് കരിപ്പട്ടി ചേർക്കാറുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലും ഉണ്ട്. പിന്നെ ഇപ്പോൾ റീസെൻ്റായിട്ട് ഞാൻ വെയിലത്ത് വെച്ച് റാഗിയെ നല്ലതുപോലെ കഴുകിയിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം 2 വെയിൽ കൊണ്ട്, ഇപ്പോഴത്തെ വെയിൽ അറിയാമല്ലോ, ആ വെയിലത്ത് വെച്ച് ഉണങ്ങുന്നത് മതിയാവും. ഞാൻ അത് റോസ്റ്റ് ചെയ്യേണ്ടതാണ്. എനിക്കതിനെപ്പറ്റി കൂടുതൽ അറിയില്ല. അപ്പോൾ റോസ്റ്റ് ചെയ്യേണ്ടതാണ് ഞാൻ കേട്ടത്. അപ്പോൾ റോസ്റ്റ് ചെയ്തില്ല, നല്ല രീതിയിൽ വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് പൊടിച്ച് അരിച്ചെടുത്ത് അപ്പോൾ നമുക്കത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ 2 രീതിയിൽ കൊടുക്കാറുണ്ട്. അപ്പോൾ പൊടിച്ചതിന് ജസ്റ്റ് വെള്ളത്തിലിട്ടാൽ മതിയല്ലോ. വെള്ളത്തിലിട്ടിട്ട് മധുരം എന്താണോ മധുരത്തിന് ചേർക്കേണ്ടത് അത് ചേർത്താൽ മതി. അപ്പോൾ അങ്ങനെയാണ് റാഗി കൊടുക്കാറ്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിന് മുൻപേ ഞാൻ സോളിഡ് ഫുഡ് സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, അത് കാണണം. കാരണം അതിലാണ് ഞാൻ കൂടുതലും എന്തൊക്കെ ഫുഡാണ് അവന് കൊടുക്കാറ് എന്നുള്ളത് ആ ഒരു ചാർട്ട് പറഞ്ഞിട്ടുള്ളത്. ഇത് എപ്പോഴും ഞാൻ കൊടുക്കാറില്ല, അതാണ് ഞാൻ പറയാൻ വന്നത്. സോ ഈ ടൈപ്പ് കൊടുക്കുമ്പോൾ ഏതൊക്കെ രീതിയിലാണ് കൊടുക്കാറെന്ന് ഓക്കെ. അപ്പോൾ റാഗി വന്നിട്ട് 2 രീതിയിൽ കൊടുക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഓട്സ് കുറുക്കിയതാണ്. ഓട്സ് കുറുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓട്സ് റോസ്റ്റ് ചെയ്തെടുക്കണം. നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ളത്, ഞാൻ എപ്പോഴും കുറേ അധികമായിട്ട് പൊടിച്ച് വയ്ക്കാറില്ല. നമുക്ക് എപ്പോഴും വേണമെങ്കിലും ചെയ്യാനല്ലേ ഉള്ളൂ. അപ്പോൾ ആവശ്യത്തിനുള്ളത്, ഇപ്പം ഓട്സ് കുറുക്കുന്നതൊക്കെ മെയിനായിട്ട് ഇപ്പം എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് എടുക്കാറ്. അപ്പോൾ ഓട്സിനെ നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്യണം. അപ്പോൾ ഓട്സ് മാത്രമായിട്ട് ഇടുന്നതിനേക്കാളും അതിൽ കുറച്ച് നട്ട്സും കൂടെ ഇടുന്നത് നല്ലതായിരിക്കും. അപ്പം ഞാൻ അതിലൊരു 3, 4, 5 ഇപ്പം ഓട്സ് ഈ ഒരു റേഞ്ചിൽ ആണ് എടുക്കണമെങ്കിൽ ഒരു 4-5 മക്കാന, ലോട്ടസ് സീഡ്സ് എന്ന് പറയില്ല, അതും എടുക്കും. പിന്നെ ബദാം എടുക്കും, കാഷ്യൂ എടുക്കും. ഇത്രയും നട്ട്സേ ഞാൻ ഇതുവരെ ചേർത്തിട്ടുള്ളൂ. വേറെ നട്ട്സും ചേർക്കാമായിരിക്കും, ഞാൻ ഇതുവരെ അവന് കൊടുത്തിട്ടില്ല. വാൾനട്ടൊക്കെ കൊടുക്കണത് നല്ലതാണെന്ന് തോന്നുന്നു. അതിന് കൊടുത്ത് തുടങ്ങണം. എനിക്കത് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാനത് വാങ്ങാറില്ല. അപ്പോൾ അത് നല്ലതാണ്. അപ്പം ഇതൊന്ന് റോസ്റ്റ് ചെയ്യണം.
റോസ്റ്റ് ചെയ്തിട്ട് ബ്ലെൻഡറിട്ട് പൊടിച്ച് വച്ചിരുന്നാൽ നമുക്ക് ആവശ്യത്തിന് എടുക്കാം. ഇത് ഒരു 2-3 ആഴ്ച വരെ ഒരു പ്രശ്നമില്ലാതെ ഇരിക്കും കേട്ടോ. ഞാനത് വച്ചിട്ടുണ്ട്. 2-3 ആഴ്ച വരെ ഒന്നും ചെയ്തില്ല. നല്ല രീതിയിൽ നമ്മൾ റോസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് അത് കേടൊന്നും പറ്റാതിരിക്കും. ഫ്രിഡ്ജിലൊന്നും വയ്ക്കേണ്ട ആവശ്യമില്ല. ഞാൻ വച്ചിട്ടില്ല. അപ്പോൾ ഓട്സ് എടുക്കുക. ഇപ്പോൾ ഒരു 3 സ്പൂണ് പോലെ ഓട്സ് ആയിരിക്കും ഈ ഒരു കുഞ്ഞിനൊക്കെ അളവ്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം, കുറച്ച് വെള്ളം എടുത്താൽ മതി. ഓട്സ് എടുക്കുക. പിന്നെ മധുരത്തിന് എന്താണോ വേണ്ടത്, ഞാൻ പനം കർക്കണ്ടാണ്, നല്ല പനം കർക്കണ്ട് നോക്കി വാങ്ങിച്ചാൽ മതി. പനം കർക്കണ്ടും കൂടെ ചേർത്ത് കുറുക്കിയെടുത്താൽ മതി. അപ്പോൾ 2 കുറുക്കലായില്ലേ ഓട്സും ഇതും. ഇതേ ഓട്സിൻ്റെ രീതിയിൽ തന്നെ നമുക്ക് അവൽ വെച്ച് ചെയ്യാം. അപ്പോൾ അത് ഞാനിവിടെ കാണിക്കാം. ഓട്സിൻ്റെ ഞാൻ വീഡിയോ എടുത്തില്ല. ഇപ്പം വീഡിയോ വേണമെന്നില്ലല്ലോ, ഇതെല്ലാം സിമ്പിൾ പ്രോസസ്സാണ്. ഞാനതൊക്കെ വീഡിയോ എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ എടുത്തേനെ. അപ്പോൾ അവൽ ഞാൻ യൂസ് ചെയ്യാറുള്ളത് നമ്മളെ ബ്രൗൺ റൈസിൻ്റെ അവലാണ്. എനിക്ക് അവൽ നമ്മളിങ്ങനെ എന്താണ് തേങ്ങ ശർക്കരയിട്ടൊക്കെ കഴിക്കില്ലേ, അതിനും ഈ അവലേ ഞാൻ വാങ്ങാറുള്ളൂ. വൈറ്റ് ഫ്ലേക്സ് അത് വാങ്ങാറില്ല. അപ്പോൾ ഇത് ബ്രൗൺ ടൈപ്പാണ് വാങ്ങാറ്. അത് ഈ നമ്മൾ ഓട്സ് ചെയ്തതുപോലെ തന്നെ അവലും ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ അവൽ നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്ത് അതിൽ നമുക്ക് എന്തൊക്കെ നട്ട്സ് ചേർക്കാൻ പറ്റുമോ നട്ട്സും കൂടെ ചേർത്തിട്ട് ഇത് പൊടിച്ചതിന് ശേഷം ഇതുപോലെ കുറുക്കിയെടുക്കാം. അപ്പം മധുരം ഇപ്പം എന്താണ് നമ്മുടെ പനം കർക്കണ്ടോ അതൊന്നും ചേർക്കാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ കുറുക്കിയതിന് ശേഷം പഴം നമുക്ക് കുഴച്ച് വേണം കൊടുക്കാം. അത് വലിയ താല്പര്യം അവൻ കാണിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ കുറച്ച് പനം കർക്കണ്ട തന്നെ ഇട്ട് കൊടുക്കുന്നത്. ഒന്നാമത് ഉപ്പൊന്നും കൊടുക്കുന്നില്ല. ഉപ്പ് കൊടുക്കുമ്പോൾ എനിക്കൊരു സങ്കടമുണ്ട്. പിന്നെ ഈ കുഞ്ഞിന് ഉപ്പിൻ്റെ ടേസ്റ്റൊന്നും അറിയില്ലല്ലോ. അപ്പോൾ വൺസ് നമ്മൾ ഉപ്പ് കൊടുത്തു കഴിഞ്ഞിട്ട് ഇതുപോലത്തെ ചവർ രീതിയിൽ കൊടുത്താൽ എന്തായാലും കഴിക്കാൻ പോണില്ല. അതുകൊണ്ട് ഞാൻ പറയാണ്, ഇപ്പം നിങ്ങൾ 1 വയസ്സ് വരെ ഉപ്പ് കൊടുക്കില്ല എന്ന് ദൃഢനിശ്ചയം എടുത്തിട്ടുണ്ടെങ്കിൽ ഉപ്പ് ഒരിക്കൽ കൊടുക്കാമെന്ന് വിചാരിച്ച് കൊടുത്തു കളയരുത്. പിന്നീട് എന്തായാലും ഉപ്പിടാത്തത് എനിക്ക് കഴിക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ 1 വയസ്സ് വരെ ചിലപ്പോൾ ഞാൻ കുറച്ച് കൂടെ കഴിഞ്ഞതിന് ശേഷം ഇത്തിരി ഉപ്പൊക്കെ ഇട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ എൻ്റെ മനസ്സിൽ ചെറുതായിട്ട് ഇടയ്ക്കിടയ്ക്ക് ചാഞ്ചാട്ടമുണ്ട്. കുറച്ച് ഉപ്പിട്ട് കൊടുത്താലോ, നാളെ വേണമെങ്കിൽ ഉപ്പിടാതെ കൊടുക്കാം. പിന്നെയും വിചാരിക്കും നാളെ അവൻ കഴിക്കുമോ, ഇല്ല. ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പോയാൽ ബെറ്റർ ആയിരിക്കും. സോ പനം കർക്കണ്ട്, അതുപോലെ പനം കർക്കണ്ടെങ്കിൽ ഞാൻ ഇതിലെങ്കിലും ടേസ്റ്റോടെ കഴിക്കട്ടെ എന്ന് വിചാരിക്കും. അങ്ങനെയാണ് ഇത്. അപ്പം നമുക്കിപ്പോൾ ഓട്സും ഇതെല്ലാം കൂടെ ചേർത്ത് വേണമെങ്കിൽ ഇതുപോലെ ചെയ്ത് വയ്ക്കാം. ഓട്സും അവലും കൂടെ റോസ്റ്റ് ചെയ്തിട്ട് നട്ട്സും കൂടെ ചേർത്ത് ചെയ്യുവാണെങ്കിൽ അതൊരു എന്താണ് സെർലാക്ക് ടൈപ്പായിട്ട് ചെയ്യാം. സോ ഓട്സും അവലും അങ്ങനെ നമ്മൾ അത് മാത്രം കൊടുത്താൽ പറ്റില്ലല്ലോ. അതുകൊണ്ട് കുറച്ച് ധാന്യങ്ങളും അവർക്ക് ആവശ്യമാണ്. ഹെൽത്ത് മിക്സ് അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ 4ാമത്തെ കുറുക്ക് വന്നിട്ട് ഹെൽത്ത് മിക്സാണ്. ഹെൽത്ത് മിക്സ് പൊടിയായിട്ട് വാങ്ങാതെ പൊടിക്കാണ്ട രീതിയിൽ നമുക്ക് പാക്കറ്റായിട്ട് കിട്ടൂലേ, എല്ലാം പാക്കറ്റായിട്ട് മുഴുവനോടെ ഇരിക്കും. അപ്പോൾ അതിനെ വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് അത് പൊടിച്ച് ഇതുപോലെ കുറുക്കി കൊടുക്കാം. സോ ഹെൽത്ത് മിക്സ് കൊടുക്കുന്നത് നല്ല ഒരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അതിൽ നമുക്ക് അരി ഇതുണ്ട്, ചോളം, പയറുവർഗ്ഗങ്ങൾ, പിന്നെ മില്ലറ്റ്സ്, അങ്ങനത്തെ ധാരാളം സാധനങ്ങൾ, ബാർലി, അതെല്ലാം അതിൽ ഉണ്ടായിരുന്നു ഞാൻ വാങ്ങിച്ചതിൽ. അപ്പോൾ അതൊരു ബെസ്റ്റായിട്ടുള്ള ഒരു പൊറിഡ്ജായിട്ട് വരും. അപ്പോൾ 4ാമത്തത് ഹെൽത്ത് മിക്സാണ്. അടുത്ത് വേറെ ഒന്ന് ഞാൻ കൊടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ നുറുക്ക് ഗോതമ്പുണ്ടല്ലോ, ബ്രോക്കൺ വീറ്റ് റൈസ്. നുറുക്ക് ഗോതമ്പ് നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണോ വെള്ളത്തിലൊക്കെ ഇട്ടിക്കൂലേ, അപ്പോൾ എനിക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടി വെള്ളത്തിലിടുന്ന ദിവസം തന്നെ അവനത് ഞാൻ വൈകുന്നേരത്തിന് യൂസ് ചെയ്യും. എന്ന് വെച്ചാൽ കുറച്ച് വെള്ളത്തിലിട്ടിക്കുന്നതിൽ നിന്ന് അവർക്ക് ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റി എടുത്തിട്ട് അത് മിക്സ് ചെയ്ത് അതിൻ്റെ പാലാണ് എടുക്കുന്നത്. അതിൻ്റെ പാലെടുത്തിട്ട് കുറുക്കി കൊടുക്കും. അപ്പോൾ ഇന്നാൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇപ്പോൾ അവൻ ചോറൊക്കെ നമ്മൾ കൊടുക്കാൻ തുടങ്ങിയില്ലേ, അപ്പോൾ ഇതിൻ്റെ പാലെടുക്കേണ്ട ആവശ്യമില്ല, അത് നല്ല രീതിയിൽ കൊവുന്ന് ഇങ്ങനെ വരെയാണല്ലോ. അപ്പോൾ ജസ്റ്റ് മിക്സിയിലിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് അതിൽ വെള്ളം ഒഴിച്ച് ഇങ്ങനെ കുറുക്കി കൊടുത്താലും മതി. ഭയങ്കര സ്മൂത്തായിട്ട് ഇനി അവന് കൊടുക്കണമെന്ന് ഇല്ലല്ലോ, 8 മാസമൊക്കെ ആയില്ലേ.
അതുകൊണ്ട് ഞാൻ അങ്ങനെ കൊടുത്തില്ല. ഇതുവരെ കൊടുത്തത് പാലെടുത്തിട്ടാണ്. അപ്പോൾ പാലെടുത്തിട്ട് ഇങ്ങനെ കുറുക്കി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുറുക്കിയിട്ട് മധുരത്തിന് എന്ത് വേണോ ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പഴം എന്തെങ്കിലും വെച്ച് വിരവി കൊടുക്കാം. സോ ഇതാണ് വേറൊരു കുറുക്ക്. അടുത്ത് വേറെ ഒന്ന് ഇതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന 6th വൺ വന്നിട്ട് റവ നമുക്ക് കുറുക്കി കൊടുക്കാം. അപ്പോൾ റവ ഫസ്റ്റൊക്കെ ഞാൻ വിചാരിച്ചു മൈദ പോലെയാണല്ലോ റവ, അപ്പോൾ റവയൊക്കെ കൊടുക്കുന്നത് നല്ലതായിരിക്കില്ല എന്ന്. പക്ഷേ ബേബി ഫുഡ് ചാർട്ടിലൊക്കെ നോക്കിയപ്പോൾ സൂചി എന്നൊക്കെ ആണല്ലോ എന്ന് പറയുന്നത്. സൂചി അല്ലല്ലോ, മറന്നുപോയി. റവ വന്നിട്ട് അതിൽ ഒരു ഇതായിട്ട് വരുന്നുണ്ട്, ഫുഡ് ഐറ്റത്തിൽ വരുന്നുണ്ട്. അങ്ങനെ ഞാൻ പിന്നെ റവ ഇപ്പം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റവ കുറുക്കി കൊടുക്കാം. പക്ഷെ ഞാൻ റവ കൊടുക്കാറ് ഉപ്പുമാവ് ഉള്ള രീതിയിൽ ബ്രേക്ക്ഫാസ്റ്റിനാണ്. അപ്പോൾ അടുത്ത വീഡിയോ വന്നിട്ട് അതാണ് ബ്രേക്ക്ഫാസ്റ്റ് ഐഡിയാസ് ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പം സെർലാക്ക് ടൈപ്പ് ഇത്രയും എണ്ണമാണ് ഞാൻ ഇതുവരെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇപ്പം മറ്റ് ഐറ്റങ്ങളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് ഏതൊക്കെ സമയത്ത് വേണോ നമുക്ക് കൊടുക്കാം. ഞാൻ കൊടുക്കാറുള്ളത് മെയിനായിട്ട് ഈവനിങ് സമയമായിരിക്കും. ഇപ്പം ഹെൽത്ത് മിക്സൊക്കെ ചിലപ്പോൾ ചോറിന് പകരം ഉച്ചയ്ക്ക് ഓൾട്ടർനേറ്റ്, ഇന്ന് ചോറ് കൊടുത്തു, ഇപ്പം നാളെയും ചോറാണ് കൊടുക്കുന്നത്, മറ്റന്നാൾ ഹെൽത്ത് മിക്സ് കൊടുക്കും. ആ രീതിയിൽ കൊടുക്കാറുണ്ട്. റാഗിയും അതുപോലെ കൊടുക്കാറുണ്ട്. ബാക്കിയുള്ള ഐറ്റംസൊക്കെ വൈകുന്നേരം ഒരു എത്രയാണ് 7 മണിക്ക് മുൻപ് ആണ് ഇപ്പം കുറുക്കി കൊടുക്കാറ്. ഓട്സ് ഞാൻ പറഞ്ഞില്ലേ, ഓട്സൊക്കെ വന്നിട്ട് നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ കുറുക്കി കൊണ്ടുപോകാനായിട്ട് നല്ലതായിരിക്കും, നല്ല ഫില്ലിംഗ് ആയിരിക്കും. അപ്പോൾ അത് എളുപ്പമുള്ള പരിപാടിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഞാൻ ഇതുവരെ കൊടുത്തിട്ടുള്ളത്. ഇനി പുതിയതായിട്ട് എന്തെങ്കിലും എക്സ്പെരിമെൻറ്റ് ചെയ്യുവാണെങ്കിൽ അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ.